നമ്മുടെ ഈ കഥയിലെ ഗ്രാൻഡ് മദർ കൃഷ്ണകയെ കുറിച്ച് നമുക്ക് നോക്കാം. ദ നരേറ്റേഴ്സ് ഗ്രാൻഡ് മദർ നെവർ വെന്റ് ടു സ്കൂൾ. എഴുത്തുകാരിയുടെ സുധാമൂർത്തിയുടെ മുത്തശ്ശി ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. നരേറ്റർ എഴുത്തുകാരൻ, എഴുത്തുകാരി എന്നൊക്കെ പറയാം. ഓദർ എന്ന് നമ്മുടെ പാഠത്തിൽ പറഞ്ഞിരിക്കുന്നു. എഴുത്തുകാരി എന്നുള്ളതിന് വേറൊരു വാക്കാണ്. കഥ വിവരിക്കുന്നയാളെയാണ് നരേറ്റർ എന്ന് പറയുന്നത്. ദ നരേറ്റേഴ്സ് ഗ്രാൻഡ് മദർ നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. നെവർ വെന്റ് ടു സ്കൂൾ, ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. ഹെൻസ്, ആയതിനാൽ ഷീ കുഡ് നോട്ട് റീഡ് ഓർ റൈറ്റ്, അതുകൊണ്ട് മുത്തശ്ശിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഹെൻസ് ഷീ കുഡ് നോട്ട് റീഡ് ഓർ റൈറ്റ്. എവറി വെനസ്ഡേ, എല്ലാ ബുധനാഴ്ചയും ദ മാഗസിൻ കർമ്മവീര വുഡ് കം, കർമ്മവീര എന്ന മാഗസിൻ വരുമായിരുന്നു. എല്ലാ ബുധനാഴ്ചയും, എവരി വെനസ്ഡേ ബുധനാഴ്ചയാണ് അല്ലേ. ദ മാഗസിൻ കർമ്മവീര വുഡ് കം, കർമ്മവീര എന്ന മാഗസിൻ വരുമായിരുന്നു. ദ ഗ്രാൻഡ് മദർ വുഡ് ആസ്ക് ഹെർ 12-year-old ഗ്രാൻഡ് ഡോട്ടർ, മുത്തശ്ശി തൻ്റെ 12 വയസ്സുള്ള പെൺകുട്ടിയോട്, പേരക്കുട്ടിയോട് ആവശ്യപ്പെടുമായിരുന്നു. ആസ്ക്, വുഡ് ആസ്ക്, ആവശ്യപ്പെടുമായിരുന്നു. ഹെർ 12-year-old ഗ്രാൻഡ് ഡോട്ടർ എന്നാണ് പേരക്കുട്ടി, ടു റീഡ് ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് ദ സ്റ്റോറി ടു ഹെർ, കഥയുടെ അടുത്ത എപ്പിസോഡ് തനിക്ക് വായിച്ചു തരണമെന്ന് ആ പെൺകുട്ടിയോട് മുത്തശ്ശി ആവശ്യപ്പെടുമായിരുന്നു. ഷീ വുഡ് ലിസൺ ടു ഹെർ വിത്ത് ഗ്രേറ്റസ്റ്റ് കോൺസെൻട്രേഷൻ, നല്ല ഏകാഗ്രതയോടെ. കോൺസെൻട്രേഷൻ ഏകാഗ്രത, ഗ്രേറ്റസ്റ്റ് ഏറ്റവും കൂടിയ അല്ലേ, ഏകാഗ്രതയോടുകൂടി ലിസൺ ചെയ്യുമായിരുന്നു. ലിസൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, കാതോർക്കുക. ഷീ വുഡ് ലിസൺ, അവൾ അങ്ങനെ ചെയ്യുമായിരുന്നു. ഓക്കെ. ഡ്യൂറിങ് ദാറ്റ് ടൈം, ആ സമയത്ത് ഷീ വുഡ് ഫോർഗെറ്റ് ഓൾ ഹെർ വർക്ക്, മുത്തശ്ശിയുടെ എല്ലാ ജോലിയും മറക്കുമായിരുന്നു. മുത്തശ്ശിയുടെ ജോലികളൊക്കെ മുത്തശ്ശി ആ നേരത്ത് വിട്ടുകളയും. മുത്തശ്ശിക്ക് പ്രധാനം എന്താണ്? ഈ പറഞ്ഞതുപോലെ വായിക്കുക എന്നുള്ളത് മാത്രമാണ്. കാശി യാത്ര എന്ന പുസ്തകം, അതിലെ കഥ കേൾക്കുക. ലേറ്റർ, പിന്നീട് ഷീ കുഡ് റിപ്പീറ്റ് ദ എൻറ്റയർ ടെക്സ്റ്റ് ബൈ ഹെർട്ട്, പിന്നെ ആ ടെക്സ്റ്റ് മുഴുവനും, എൻറ്റയർ ടെക്സ്റ്റ് മുഴുവൻ ടെക്സ്റ്റും ബൈ ഹെർട്ട് ആവർത്തിക്കാനായിട്ട് മുത്തശ്ശിക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ദ ഗ്രാൻഡ് മദർ ടു നെവർ വെന്റ് ടു കാശി, ഈ കഥയില് കഥാപാത്രത്തെ പോലെ തന്നെ മുത്തശ്ശിയും ഒരിക്കലും കാശിക്ക് പോയിട്ടില്ലാത്ത ആൾ തന്നെയാണ്. മുത്തശ്ശിയും ഒരിക്കലും കാശിക്ക് പോയിട്ടില്ല. ഷീ ഐഡന്റിഫൈഡ് ഹെർസെൽഫ് വിത്ത് ദ ഹീറോയിൻ ഓഫ് ദ നോവൽ, ഈ കഥയിലെ നായികയെ പോലെ താനും അപ്രകാരം ഒരാളാണ് എന്ന് മുത്തശ്ശി സ്വയം തിരിച്ചറിഞ്ഞു. ഐഡന്റിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞു. ഇനി ആഫ്റ്റർ ലിസണിങ് ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് കാശിയാത്രയുടെ അടുത്ത എപ്പിസോഡ് ശ്രദ്ധിച്ചതിന് ശേഷം ഷീ വുഡ് ജോയിൻ ഹെർ ഫ്രണ്ട്സ് അറ്റ് ദ ടെമ്പിൾ കോർട്ട്യാർഡ്, പോയിട്ട് തൻ്റെ കൂട്ടുകാരികളോടൊപ്പം ക്ഷേത്രമുറ്റത്ത് ജോയിൻ ചേരുമായിരുന്നു. ഓക്കെ. ആഫ്റ്റർ ലിസണിങ്, ആഫ്റ്റർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശേഷം, ലിസൺ ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ നോക്കിയതാണ്. ആഫ്റ്റർ ലിസണിങ് ടു ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് കാശിയാത്രയുടെ അടുത്ത എപ്പിസോഡ് ശ്രദ്ധിച്ചതിന് ശേഷം ഷീ വുഡ് ജോയിൻ ഹെർ ഫ്രണ്ട്സ് അറ്റ് ദ ടെമ്പിൾ കോർട്ട്യാർഡ്, ടെമ്പിൾ ക്ഷേത്രം, കോർട്ട്യാർഡ് മിറ്റം, ടെമ്പിൾ കോർട്ട്യാർഡ് ക്ഷേത്രമിറ്റത്ത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരുമായിരുന്നു. ഇതാണ് നമ്മൾ മുത്തശ്ശിയുടെ അവിടെ ഷീ വുഡ് ഡിസ്കസ് ദ ലേറ്റസ്റ്റ് എപ്പിസോഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ്, എന്നിട്ട് താൻ വായിച്ച ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്യുമായിരുന്നു നമ്മുടെ മുത്തശ്ശി. അടുത്തത് മുത്തശ്ശി ഒരു ദിവസം കരയുന്ന കാഴ്ചയാണ്. മുത്തശ്ശി കണ്ണീരിൽ. ഗ്രാൻഡ് മദർ ഇൻ ടീയേഴ്സ്. വൺസ് ദ നരേറ്റർ വെന്റ് ഫോർ എ വെഡിങ് വിത്ത് ഹെർ കസിൻസ് ടു എ നെയ്ബറിംഗ് വില്ലേജ്. അടുത്തുള്ള ഗ്രാമത്തിൽ തൻ്റെ കസിൻസിൻ്റെ കൂടെ ഒരു അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു വെഡിങ്ങിന് പോയി. വെഡിങ് എന്താണ്? ഒരു കല്യാണ ആഘോഷത്തിന് പോയി. നരേറ്റർ എഴുത്തുകാരി. ആരാണ് നമ്മുടെ എഴുത്തുകാരി? സുധാമൂർത്തി. വൺസ് ഒരിക്കൽ, വൺസ് എന്ന വാക്കിന് ഒരിക്കൽ എന്നാണ് അർത്ഥം. നരേറ്റർ കഥ വിവരിക്കുന്നയാൾ, കഥ നരേറ്റ് ചെയ്യുന്ന ആൾ. വെന്റ് ഫോർ എ വെഡിങ്, ഒരു വിവാഹ ആഘോഷത്തിന് പോയി. വിത്ത് ഹെർ കസിൻസ്, തൻ്റെ കസിൻസിൻ്റെ കൂടെ. എവിടെയാണ്? ടു എ നെയ്ബറിംഗ് വില്ലേജ്. നെയ്ബർ എന്ന് പറഞ്ഞാൽ അയൽക്കാരനല്ലേ. അപ്പൊ നെയ്ബറിംഗ് എന്ന് പറഞ്ഞാലോ, നെയ്ബറുടെ ഹൗസ്, നെയ്ബറിംഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ തൊട്ട അയൽവക്കത്തെ വീട്. ഇവിടെ നെയ്ബറിംഗ് വില്ലേജ് ആണ്, അടുത്തുള്ള ഗ്രാമം. ഓക്കെ. വില്ലേജ് എന്താണ്? ഗ്രാമം. ഷീ വെന്റ് ഫോർ എ കപ്പിൾ ഓഫ് ഡേയ്സ്, ഒരു 1-2-3-4 ദിവസം ാണ് പോയത്. 1-2 ദിവസം തങ്ങാണ്. എ കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എന്നാണ് അർത്ഥം. പക്ഷേ വിചാരിച്ചതിലും കൂടുതൽ സ്റ്റേ ചെയ്തു.
സ്റ്റേ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒരിടത്ത് പോയി 2 ദിവസം താമസിക്കുന്നതിന് സ്റ്റേ എന്നാ പറയുന്നത്. നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതിന് രണ്ടും താമസിക്കുക എന്നർത്ഥം. വീട്ടിൽ താമസിക്കുന്നതിന് ലിവ് എന്നാ പറയുന്നത് അല്ലേ. അപ്പം വിചാരിച്ചതിലും കൂടുതൽ താമസിച്ചു എന്ന് എങ്ങനെ പറയും? ഓവർ സ്റ്റേഡ്. വിചാരിച്ചത് ഓവറായിട്ട് സ്റ്റേ ചെയ്തു. എവിടെ? അവിടെ. അവിടെ ഫോർ എ വീക്ക്. ആ ബന്ധുവിൻ്റെയോ മറ്റോ വീട്ടിൽ വിചാരിച്ചതിലും കൂടുതൽ ഒരാഴ്ചത്തോളം താമസിക്കേണ്ടി വന്നു. When she came back to her village, ഗ്രാമത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഷീ സോ ഹർ ഗ്രാൻഡ് മദർ ഇൻ ടീയേഴ്സ്. തൻ്റെ മുത്തശ്ശി കണ്ണീരണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. ഷീ വാസ് ഷോക്ക്ഡ്. അവൾ ഞെട്ടിപ്പോയി. മുത്തശ്ശി എന്തിനാണ് കരയുന്നത്? ഒരിക്കലും കരഞ്ഞു കണ്ടിട്ടില്ലാത്ത മുത്തശ്ശി. ഷോക്ക്ഡ്, ഞെട്ടിപ്പോയി. ഷീ ഹാഡ് നെവർ സീൻ ദ ഓൾഡ് ലേഡി ക്രൈ ഈവൺ ഇൻ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സർക്കംസ്റ്റൻസസ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ പോലും മുത്തശ്ശിയെ കരഞ്ഞു കണ്ടിട്ടില്ല. ദ ഓൾഡ് ലേഡി നരേറ്റഡ് ഹെർ സ്റ്റോറി ടു ഹെർ ഗ്രാൻഡ് ഡോട്ടർ. തൻ്റെ കഥ തൻ്റെ പേരക്കുട്ടിയോട് വിവരിച്ചു. ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ മദർ വെൻ ഷി വാസ് ജസ്റ്റ് എ യങ് ഗേൾ. ഒരു കൊച്ചു കുട്ടി ആയിരിക്കുമ്പോൾ തന്നെ മുത്തശ്ശിയുടെ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു. അമ്മ മരിച്ചുപോയ മുത്തശ്ശിയെ നോക്കിയാൽ അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാനോ ഗൈഡ് ചെയ്യാനോ ആരും ഉണ്ടായില്ല. There was nobody to look after and guide her. മുത്തശ്ശിയെ നോക്കാനും, ലുക്ക് ആഫ്റ്റർ എന്ന് വെച്ചാൽ നോക്കി വളർത്തി സംരക്ഷിക്കുക, ആൻഡ് ഗൈഡ് മാർഗദർശനം കൊടുക്കുക, അതിന് ആരും ഉണ്ടായിരുന്നില്ല. There was nobody, ആരും ഉണ്ടായിരുന്നില്ല. There was nobody to look after and guide her. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി പരിപാലിക്കുക എന്നാണ് അർത്ഥം അല്ലേ. ഇനി ഹെർ ഫാദർ മാരിഡ് അഗെയിൻ. അച്ഛനാണെങ്കിലോ വീണ്ടും വിവാഹം കഴിച്ചു. അങ്ങനെ ഇരിക്കെ ഇൻ ദോസ് ഡേയ്സ്, ആ ദിവസങ്ങളിൽ നോബഡി കെയർഡ് ടു ഗിവ് എഡ്യൂക്കേഷൻ ടു ഗേൾസ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കാര്യം അന്നത്തെ കാലത്ത് ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. സോ അതുകൊണ്ട് ഷീ നെവർ വെന്റ് ടു സ്കൂൾ. അവൾ ഒരിക്കലും സ്കൂളിൽ പോയില്ല. അതുകൊണ്ട് ഷീ ഗോട്ട് മാരീഡ് വെരി യങ് ആൻഡ് ഹാഡ് ചിൽഡ്രൻ. നന്നേ ചെറുപ്പത്തിൽ തന്നെ മുത്തശ്ശി കല്യാണം കഴിച്ചു, കുട്ടികളും ഉണ്ടായി. ലേറ്റർ, പിന്നീട് ഷീ ഹാഡ് ഗ്രാൻഡ് ചിൽഡ്രൻ, പേരക്കുട്ടികളും ഉണ്ടായി. ഒരിക്കലും പഠിക്കാൻ സാധിച്ചില്ല. അതിൻ്റെ സങ്കടത്തിലാണ് മുത്തശ്ശി ഒരു പാതിരായ്ക്ക് സുധാമൂർത്തി എന്ന 12 വയസ്സുകാരി പെൺകുട്ടിയുടെ അടുത്ത് വന്ന് രാത്രി അവൾ ഉറങ്ങാൻ കിടന്ന നേരത്ത് അവളുടെ ബെഡിലരികിൽ വന്ന് കരഞ്ഞത്. ഇതാണ് മുത്തശ്ശിയുടെ കരച്ചിലിൻ്റെ കാര്യം. മുത്തശ്ശിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, സാധിച്ചില്ല. ഇനിയെങ്കിലും തനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്ന മോഹവുമുണ്ട്. എന്തായാലും മുത്തശ്ശിക്ക് സ്കൂളിൽ പോകാഞ്ഞതിൽ ഖേദമുണ്ട്. ഷീ ഈസ് റിഗ്രറ്റിംഗ് ഫോർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകാത്തതിന് മുത്തശ്ശിക്ക് സങ്കടമുണ്ട്, ഖേദമുണ്ട്. റിഗ്രറ്റ്, ഖേദം, സങ്കടം. എന്തിനാണ്? ഫോർ നോട്ട് ഗോയിങ് ടു സ്കൂൾ. അതാണ് അടുത്ത ഭാഗം.